ഹായ് നമസ്കാരം, എൻ്റെ പേര് രാജേഷ് രാജൻ. നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പഴം വെച്ചുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വാഴപ്പഴമൊക്കെ വാങ്ങി ഇരിപ്പുണ്ട്. ഇതുപോലെ കേടൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ 3 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച്, പച്ചവെള്ളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്ത് നമുക്ക് കുഴയ്ക്കാം. ചപ്പാത്തിയുടെ പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്, ഇല്ലേ അമ്മേ? അങ്ങനെ നമ്മൾ മാവ് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മാവ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പലഹാരത്തിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു ഏത്തപ്പഴം എടുത്ത് അത് നമ്മൾ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് നമുക്ക് എടുക്കാം. ഒത്തിരി വലിയ കഷ്ണമാവരുത്, ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കപ്പഴം അരിഞ്ഞ് തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വിടുന്ന അവലും അതുപോലെ ശർക്കരയും നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായ ശർക്കര ചീകിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അവലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു തേങ്ങയൊക്കെ ചേർക്കാം. അപ്പം നമ്മൾ ഒത്തിരി ആയിപ്പോവും. നമ്മളതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അവിടെ ചപ്പാത്തിയുടെ രീതിയിൽ പരത്തിയെടുക്കുക. എല്ലായിടത്തും ഒരേപോലെ ഉള്ള കനമായിരിക്കണം, അല്ലേ? പല കനമാണെങ്കിൽ കുഴപ്പമില്ല. കറക്റ്റ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടി നമ്മളതിനെ മുറിച്ചെടുക്കും. പഴവും ശർക്കരയും അവരും കൂടെ ചേർന്ന് മിശ്രിതം നമ്മളിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇത് മടക്കുന്നു. ഇനി ഇതൊരു ഫോർക്ക് വെച്ച് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. അങ്ങനെയെല്ലാം നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഒരു ഇഡ്ഡലിക്കുട്ടത്തിൻ്റെ തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരമൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളിയുള്ള കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട്. ഇതെന്തറിയാം, നമ്മളിത് പരന്ന ഒരു പാത്രത്തിൽ വെച്ചായിരുന്നെങ്കിൽ നേരെ ഇരുന്നാണ്. ഇത് ഇഡ്ഡലിയുടെ തട്ടിനകത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത്, വളഞ്ഞിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. അതുപോലെ ഇതാണെങ്കിൽ ചെറുതായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് വേണമെങ്കിലും എടുക്കാം. ഒട്ടി പിടിച്ചിട്ടുണ്ടോ മേ? ഇല്ല. ഇങ്ങനെ ഇരിക്കുന്നത് ഇഡ്ഡലിയുടെ തട്ടി വെച്ചിട്ടാണ്. പരന്ന പാത്രത്തിൽ വെച്ചെന്നല്ല, അടിപൊളിയായിരിക്കും. കൊള്ളാം, നന്നായിട്ടുണ്ടമ്മേ, അടിപൊളിയായി. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്. നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഉള്ളൂ. കുഴച്ച് പരത്തി വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ജീരക ഇലക്കൊക്കെ ഇട്ട് നല്ല കൊള്ളായിരിക്കും. ഇതാണ് ചെറുതായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അത് ഇങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഈ പ്രശ്നം വെച്ചാൽ ഇതുണ്ട്, ഇങ്ങനെ വളഞ്ഞിരിക്കും. ഉണ്ടോ? വളഞ്ഞിരിക്കുന്നുണ്ടോ? നമ്മളൊരു നേരെ ഒരു പരന്നൊരു സ്റ്റീമിൻ്റെ പാത്രമുണ്ട്, സ്റ്റീമെന്നൊക്കെ വരുന്ന പാത്രമുണ്ട്. അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ ഇതുണ്ടാക്കി കഴിക്കുക, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമ്മുടെ വീഡിയോ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, ബൈ.